അത് കേട്ട് കഴിഞ്ഞാൽ വലിയൊരു കോമഡിയാണ് കേട്ടോ. അതായത് 35 ദിവസങ്ങൾക്ക് ശേഷം ജയിൽവാസം കഴിഞ്ഞ് തെളിഞ്ഞൊരു കേസാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ ഈ പറയുന്ന മ്ലാവർച്ചി കഴിച്ചു എന്നാണ് ഈ ഡാൻസ് ഓഫ് സംഘവും അതേപോലെ തന്നെ DYSPയും അതേപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കണ്ടെത്തിയത്. അപ്പോൾ ഇവരുടെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയതും മ്ലാവർച്ചി തന്നെയാണെന്നാണ് അവർ ആദ്യമേ പറഞ്ഞിരുന്നത്. അപ്പോൾ കേസ് അത് പിന്നീട് പോയി ഇങ്ങനെ 35 ദിവസങ്ങൾക്ക് ശേഷം കേസ് വിധി വന്നു, അല്ലെങ്കിൽ ആ കേസ് തെളിഞ്ഞു. അവർ കഴിച്ചുകൊണ്ടിരുന്നത് പോത്തിറച്ചിയാണെന്നുള്ളത്. അതായത് ആടിനെ പശുവാക്കുന്ന അല്ലെങ്കിൽ എലിയെ പുലിയാക്കുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അതേപോലെ DYSPയെയും ഒരു തേങ്ങയും അറിയാത്ത ഡാൻസ് ഓഫ് സംഘത്തിനെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. പോത്തിറച്ചി കഴിച്ചുകൊണ്ടിരുന്ന ആളുകളെ മ്ലാവർച്ചി എന്നുള്ള പേരിൽ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ അധിക്ഷേപിച്ചുകൊണ്ട്, അതൊക്കെ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം തന്നെ ആയിരിക്കണം. ഇവർ വലിയ കുറ്റവാളികളാണ്, വേട്ടയാടി പിടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത വിഷയമായിരിക്കണം. അങ്ങനെ ഇവരെ രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നീട് ജയിൽവാസമായിരുന്നു. 35 ദിവസങ്ങൾക്ക് ശേഷം അവരെ പുറത്തു വിടുന്നു. ഈ സത്യം എന്താണെന്നുള്ളത് പുറത്തു വന്നു. പക്ഷേ